ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 75 ഹാർട്ട് ചലഞ്ച് ഡേ 12 12 ദിവസമായി. നമുക്ക് ജിമ്മിലോട്ട് പോവാം. ഗൈസ് അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞു. വീട്ടിലോട്ട് പോകാം. വീട്ടിലെത്തി. പോണില്ലേ? പോണ വേണ്ടി ഇരിക്കുക. ഗൈസ് കുളി കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാം. ലൈസ് ഇത് തന്നെ അല്ലേ? ഗൈസ് എല്ലാം നൂൽപുട്ടും പട്ടാണിക്കടലക്കറിയും കഴിച്ചിട്ട് വരാം. ബോയ്സ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ നേരമായി. നമുക്കൊരു ചെരുപ്പ് വാങ്ങണം ഗൈസ്. ചെരുപ്പൊക്കെ ആകെ എരപ്പയിക്കണം, ചെളിയൊക്കെ ഉണ്ട്, കുറെ പൊട്ടിയാകതായിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങാം. ഗൈസ് മേടിച്ചു. ഇവിടെ വിട്ടിട്ട് അമ്മ തുറക്കി അൺബോസ്കിങ് നമ്മളെ ന്യൂ ചപ്പൽ കറണ്ട് ചെയ്യാം. ക്ലീൻ സാധനമല്ലേ? ഗൈസ് നമുക്കിനിപ്പോൾ നമ്മളെ ഇത് പോവാം ഗൈസ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇതിന് പോവാം. ഗൈസ് അങ്ങനെ നമ്മളെ ക്ലാസ് കഴിഞ്ഞു. വരി പോവാം ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി. കോഴ്സ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ ഈ ഷുഗർ കട്ട് ഈ 75 ഹാർട്ട് ചലഞ്ച് തുടങ്ങി എന്നാണോ അന്ന് മുതൽ ഇഷ്ടം പോലെ സാധനങ്ങൾ തിന്നാൻ ഇങ്ങനെ വരിക. വെച്ചാൽ ഫൽഫാമായിട്ടും ബ്രോസ്റ്റായിട്ടും പുഡിങ്ങായിട്ടും അങ്ങനത്തെ ക്യാൻഡീസായിട്ടും മറ്റേ പൊരിച്ച കടിയായിട്ടും അങ്ങനെ വരിക. ഇപ്പോൾ കോഴ്സിലൊരു ഗെയിം ചലഞ്ച് റീലെന്തോ എടുക്കാനെന്തോ ആണ്. അവിടെ നോക്കിയപ്പോൾ ഫുള്ള് ബ്രോസ്റ്റ്, അൽഫാം, പിന്നെന്താ ഷവർമ, ബ്രെഡ്, മയണൈസ്, ഈറ്റിംഗ് ചലഞ്ച് എന്തോ ആണ്. നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ, നമ്മൾ എല്ലാണെന്ന് പോന്നു. അപ്പോൾ താട്ടുക അത് കണ്ടിരിക്കാനായിട്ട് അതിൽ പോയിട്ടല്ലേ. അങ്ങനെ അപ്പോൾ അതന്നെ ഞാൻ ഇത് സാധനം തുടങ്ങിയപ്പോൾ എവിടുന്നൊക്കെ വണ്ടി വിളിച്ച് കണ്ടാണ് ഓരോ ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. ഒക്കെ നല്ല സാധനങ്ങളില്ല, നമുക്ക് തിന്നാൻ പറ്റുമൊന്നുമില്ല. ഒക്കെ ഓയിലായിട്ടുള്ള സാധനങ്ങൾ, ഷുഗർ ഐറ്റംസാണ്. അതുണ്ട് നമ്മൾ ഈ പരിപാടി തുടങ്ങി അന്ന് മുതലേ കാണാൻ തുടങ്ങിയതാണ്. ഇതിങ്ങനെ സാധാരണ നമ്മൾ തിന്നാനായിട്ട് കൂടുതൽ ഇങ്ങനെ സാധനം വരാൻ തുടങ്ങുക. നമുക്കിങ്ങനെ നമ്മൾ ഈ ചലഞ്ച് എങ്ങനെയെങ്കിലും ഫെയിലാവണം അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരിങ്ങനെ ചെയ്യൂലേ, അതേപോലെ സംഭവം. എന്തായാലും ഞാൻ ചലഞ്ച് നിന്നിട്ട് ഞാൻ പെട്ടെന്ന് ബസ് കേട്ടാണ് പോകുന്നു. എല്ലാം ഇപ്പോൾ അവിടെ നോക്കി നിന്നിട്ട് എന്താ എൻ്റെ അവിടെ ഫുഡ് ചലഞ്ച് ചെയ്തിട്ട് ബ്രോസ്റ്റും അൽഫാമും പിന്നെ ഷവർമയും അത് നല്ലത് തിന്നാനാകെ, പിന്നെന്തൊക്കെ ലേസും ചിപ്സും നല്ലത് തരാനാകെ ഇതുള്ളത് ബത്തക്ക വെള്ളം. ചിലപ്പോൾ അതിലും മധുരിട്ടിട്ടുണ്ടാവും. ഓലെ ഈ അക്കാഡമിൻ്റെ റീലാക്കി ഇടാനേരം ഇങ്ങോട്ട് ബോട്ടിലിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുക. അതിൽ 5 വട്ടം ചെയ്യുമ്പോൾ 5 എണ്ണത്തിൽ നിന്നാൽ ഓൽക്ക് ഷവായ എന്നാ. അപ്പോഴത്തേന് ഞാൻ വേറെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. അവിടെ ഞാൻ ചലഞ്ച് ഇങ്ങനെ ഓരോ പറഞ്ഞേ ഞാൻ എല്ലാം പോന്നു. അത് അവിടെ നിന്നിട്ട് എത്ര കാണാനല്ലാതെ തിന്നാൻ പറ്റൂല. ചലഞ്ചാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ചലഞ്ചാണ്. പിന്നെ A to Z കാര്യങ്ങൾ ചോദിച്ചും അവസാനം അത് യൂട്യൂബൊക്കെ എത്തും. പിന്നെ യൂട്യൂബ് ചാനൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഞാനും ചാനൽ പറഞ്ഞു കൊടുക്കില്ല. എന്നിട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മളെ ചാനൽ കാണട്ടെ അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചാൽ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ. ഉണ്ടോ ഇത് തേങ്ങയാണ്, തേങ്ങ തിന്നത്.
ഇനിയിപ്പോൾ എന്താ പറയുക നമുക്ക് പരിപാടി നമുക്കിപ്പോൾ ചോറ് വെച്ചിട്ട് നേരെ CUT പഠിക്കണം. CUT പഠിച്ചിട്ട് പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ക്ലിനിക്കിൽ നിന്നാക്കാം. എന്നാലും ക്ലിനിക്കിൽ നിന്ന് തന്നെ ആക്കിയത്. അല്ലാണ്ട് എന്താ പറയുക ഉറക്കം ആകെ പാത്തിലാവും. യെസ്, ചോറ് വയ്ക്കട്ടെ. കരണ്ടിയാ ഗൈസ് ഇന്ന് ഇവിടെ തിന്നാൻ ചെറുപയർ, പിന്നെ ഒരു മുട്ട ഉണ്ട്, പിന്നെ മത്തങ്ങ കൂട്ടാൻ കിട്ടുന്ന സാധനം, പിന്നെ ബീട്രൂട്ട്. ഗൈസ് വരാം ഗൈസ്. ഗൈസ് വരി നമുക്ക് തോരടാൻ പോവാം. തിരുമ്പി എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി ആയിട്ടിരിക്കാം, വൈബായിട്ടിരിക്കാം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോൾവ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം. എന്നിട്ട് കുറച്ചാണ് ചിരിച്ച് നടക്കുക. അത്ര അങ്ങനെ മോട്ടിവേഷൻ. നമുക്ക് എന്താ അടുക്കാപ്പ എന്തുണ്ടെങ്കിൽ നമുക്ക് അടുക്കാപ്പ എന്തെങ്കിലും കിട്ടുമോ ഗൈസ്? ഉള്ളതൊക്കെ വവ്വാല് കൊത്തിക്കൊണ്ടുപോകും. അതാണ് പൗത്ത എന്താവില്ല, പച്ചനച്ചതുണ്ടാവും, കുറച്ച് പൗത്തൊക്കെ ഉണ്ടാവും. അതാ അവിടെ അതാ എടുത്തിട്ട് വരാം. കിട്ടി ഗൈസ്, 3 കിട്ടി. പൗത്തിട്ടില്ല, പക്ഷേ നല്ല രസം തിന്നാൻ. ഗൈസ് ഇനി നമുക്ക് CUT നോക്കാളൊക്കെ നോക്കാം. ഗൈസ് അങ്ങനെ CUT ഇത് നോക്കിയതിൻ്റെ ശേഷം ഞാൻ നിസ്കരിച്ച് ചായ അടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ക്ലിനിക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ പോവാം. എന്തെങ്കിലുമൊക്കെ തിന്നാം, കിടന്നുറങ്ങാം. ബുക്ക് വായിച്ചാൽ കിടന്നുറങ്ങാം. വെള്ളം കുടിക്കാനുണ്ട്, എന്നിട്ട് കിടന്നുറങ്ങാം എന്നത്തെയും പോലെ. ഗൈസ് നമ്മളൊരു വീറ്റ് ബ്രെഡ് വാങ്ങി, ഇനി പരിപ്പോ. അങ്ങനെ ഗൈസ് നമ്മളെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിയാണ്. എല്ലാം ചെയ്തു. ക്ലിനിക്ക് വന്നതിൻ്റെ ശേഷം ഫുഡ് കഴിച്ചു, എന്നിട്ട് നിസ്കരിച്ചു. അതിനിട്ട് ബുക്ക് വായിച്ചു, അതിനിട്ട് നിസ്കരിച്ചു. ഇപ്പം നിസ്കരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വെള്ളം പാടുണ്ട്, അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. പിന്നെ ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ ക്ലിനിക്കിൽ നിന്ന് തന്നെ കേട്ടു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. ഇനി അങ്ങോട്ടും മിക്കവാറും ചെറിയ വീഡിയോകളായിരിക്കും വരിക. പിന്നെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്നറിയാം, എന്നാലും വീഡിയോ ഇടണം. കാരണം 75 ഹാർഡ്, ഇതിൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഇത് തന്നെ ഒരു ചലഞ്ചാണ്. അപ്പോൾ ഇത് തന്നെ ഉണ്ടാവുള്ളൂ ദിവസം കാണിക്കാൻ. അപ്പോൾ അതന്നെ നമ്മുടെ ഇനി അങ്ങോട്ട് മിക്കവാറും കോഴ്സിനൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ടൈം വളരെ കുറവാണ്. അപ്പോൾ ചെറിയ വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ടാവില്ലേ മിക്കവാറും. വലിയ നല്ല വീഡിയോസ് വരണമെങ്കിൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവരും ഉണ്ടാകുമ്പോഴേ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ കാറ്ററിംഗ് വർക്കിന് പോകും. അപ്പോൾ ഇനി ഫുൾ അങ്ങോട്ട് ബിസി ഡേ ആണ് ഗൈസ്. നമുക്ക് എടുക്കാൻ പറ്റാൻ അത്ര മാക്സിമം നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടും കുറച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ എന്താ പറയുക, കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് നല്ല അറിവുകൾ കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ടും വരാം ഗൈസ് ഇനിയുള്ള ഇതിലൊക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്, നമ്മളെ ചാനൽ ഒന്ന് ബൂസ്റ്റ് ആവട്ടെ. കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നാളെ കാണാം ഗൈസ്.